ശ്രീ നിർമ്മൽ എബ്രഹാമും കൂടി ഈ അവസരത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, നോക്കൂ, ഒരു വെടിനിർത്തൽ എങ്കിലും ഏറ്റവും ആസന്നമായ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ വലിയ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ട്രംപ് ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ച വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. നമുക്കൊരു മറ്റ് 20-ദിന പദ്ധതിയാണ്, അതിൻ്റെ മറ്റ് ചില നിർദ്ദേശങ്ങൾ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വേണ്ടിവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വെടിനിർത്തൽ സാധ്യമാക്കുന്ന ഇടത്തേക്ക് ഇപ്പോഴത്തെ ചർച്ചകൾ മുന്നേറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? നിലവിലെ കണ്ടീഷൻസ് കൃത്യമായിട്ട് ഓരോന്നും എടുത്തു നോക്കി. ഇപ്പൊ 20 അല്ലെങ്കിൽ 21 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഓരോ കണ്ടീഷനും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഹമാസ് തടസ്സം പറയുന്നത് പോലെ തന്നെ ഇസ്രായേലും തടസ്സം പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. ഹമാസ് തടസ്സം പറയുന്ന പോയിന്റ്സ് എടുത്ത് നോക്കിയാൽ അറിയാം, അത് ഒരു ദിവസത്തെ ഒരു മണിക്കൂറിലെ ഡിസ്കഷൻ കൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് തന്നെ നേതൃത്വം എടുത്തുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതായിരിക്കും ഈ ട്രാൻസിഷനെ മൊത്തം മോണിറ്റർ ചെയ്യുന്നെന്ന് പറയുമ്പോൾ അത് ഹമാസിന് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഹമാസിന്റെ നിരായുധീകരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിസാർമമെന്റ് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പുതിയ ഗാസയിൽ അവർക്ക് ഒരു റോളുമില്ല, ഒരു തരത്തിലുള്ള റോളുമില്ല എന്ന് പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കി എനിക്കൊന്ന് 20-ൽ ആകെ 9 കണ്ടീഷൻസ്, അതായത് പകുതി കണ്ടീഷൻസ് പോലും ഹമാസ് ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ 2 റിലീസ് ഓഫ് ഹോസ്റ്റേജും സറണ്ടറിംഗ് ഓഫ് പവറും അത് മാത്രമാണ് ഹമാസ് അംഗീകരിച്ചിട്ടുള്ളത്. അതെ, റിജക്ട് ചെയ്ത് ഒഴിച്ച് കുറെ നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഔട്ട്റൈറ്റ്ലി റിജക്ട് ചെയ്ത 4-5 കണ്ടീഷൻസും ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഫർദർ നെഗോഷിയേഷൻ ആവശ്യം വന്നേക്കാം. ട്രംപിന്റെ കേസിൽ ട്രംപ് ധൃതി പിടിക്കുന്നതിന് ഒരുപാട് തിയറികൾ പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒക്ടോബർ, എനിക്കൊന്ന് അടുത്ത ആഴ്ചയാണ് നൊബേൽ പീസ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പറയും ട്രംപിന് നൊബേൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ നിരീക്ഷകരും ന്യൂസ് ആങ്കേഴ്സും ഒക്കെ ചിരിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ഇല്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം യൂഷ്വലി നൊബേൽ പീസ് പ്രൈസിന്റെ നോമിനേഷൻ ഒരു വർഷം മുന്നെയാണ്, കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടങ്ങിയെങ്കിലും അവരുടെ ജനറലി പ്രഖ്യാപിക്കുന്ന ഒരു 4 ദിവസം ഗ്യാപ്പിലാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ 8-ാം തീയതിക്കുള്ളിൽ വിജയം പ്രഖ്യാപിക്കും. ട്രംപിന്റെ അവസാന കേൾക്കാമോ? ശരി, നിർമ്മലിലേക്ക് വരാം.